പലപ്പോഴും പല കാര്യങ്ങളും നമ്മൾ അറിയാതെ പോകാറുണ്ട് അല്ലേ? പക്ഷേ നമ്മൾ ചിന്തിച്ചും നമ്മൾ ചെയ്തു നോക്കുമ്പോഴുമാണ് നമുക്ക് മനസ്സിലാകുന്നത് ഈ സാധനങ്ങൾ കൊണ്ട് ഇത്രയും ഉപകാരങ്ങൾ ഉണ്ടായിരുന്നു. നമ്മൾ ചിലപ്പോൾ ഒരു കാര്യം മാത്രമായിരിക്കും ഒരു സാധനം കൊണ്ട് ചെയ്യുന്നത്, പക്ഷേ ഒരു സാധനം കൊണ്ട് പല കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ. ഒരു കേബിൾ സിപ്പ് ടൈയും അതുപോലെ തന്നെ ഒരു പഴയ സോക്സും ഈ കാലത്തുണ്ടാവുന്ന ചൂടിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഒരു കിടിലൻ സൂത്രം ഞാൻ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആരും സ്കിപ്പ് ചെയ്യരുത്, പൂർണ്ണമായിട്ട് കാണുക. സിമ്പിൾ ടിപ്സ് ഈസി ലൈഫിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നമുക്ക് നമ്മളുടെ വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് സെല്ലോ ടാപ്പ് നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ് ഇത് എടുക്കുക എന്നിട്ട് കത്രിക കൊണ്ട് വെട്ടുക എന്നുള്ളത് അല്ലേ. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയൊരു മെത്തേഡ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമ്മളുടെ കേബിൾ ടൈ കൊണ്ട് നമ്മൾ ഈ ഒരു സെല്ലോ ടാപ്പ് സിമ്പിളായിട്ട് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് ആ ഒരു തുമ്പ് ഭാഗം ഒന്ന് ഷാർപ്പാക്കി വെക്കുക, വെട്ടുമ്പോൾ ഒന്ന് ഷാർപ്പാക്കി വെക്കുക. എന്നിട്ട് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇതുപോലെ ഒരു വലിക്ക് തന്നെ നമുക്ക് ഇത് പൊട്ടി വരുന്നതാണ്, കറക്റ്റായിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ പിന്നെ ഒട്ടിച്ച് കഴിഞ്ഞ് പിന്നെ ബാക്കി നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കിട്ടാനായിട്ട് പാടല്ലേ, അതിനും ഇതുപോലെ ഒന്ന് അതിലേക്ക് ഒന്ന് ഒട്ടിച്ച് വെച്ചാൽ മതി. വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്യാൻ പറ്റും. അടുത്തതായിട്ട് നമുക്ക് പാൻറ്റൊക്കെ ലൂസാണെങ്കിൽ നമുക്ക് ഇപ്പോൾ ബെൽറ്റ് നമ്മൾ നോക്കിയിട്ട് കണ്ടില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സഡൻ സിറ്റുവേഷനിൽ നമുക്ക് ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ ബെൽറ്റൊന്നും ഇല്ലാതെ തന്നെ കറക്റ്റായിട്ട് നമ്മളുടെ ആ ഒരു പാൻറ്റ് കറക്റ്റായിട്ട് ഇരിക്കുന്നതാണ് കേട്ടോ. നല്ല പോലെ തന്നെ ഈ ഒരു എത്രയാണോ നിങ്ങൾക്ക് വേണ്ടത് അത്രയും നമുക്ക് ടൈറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ വിചാരിക്കും എന്താണ് ബെൽറ്റ് ഇട്ടാൽ പോരെയെന്ന്. ബെൽറ്റ് പല സിറ്റുവേഷനിലും കാണാതിരിക്കുക, അങ്ങനെയുള്ള സിറ്റുവേഷനിലൊക്കെ സഡനിൽ ഒരു കാര്യം ചെയ്യാൻ പറ്റുമെങ്കിൽ, ഭയങ്കര ലൂസായിട്ടുള്ളൊരു പാൻ്റ് ആണെങ്കിൽ കൂടി ഇതുകൊണ്ട് ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടൈറ്റായിട്ട്, ഭയങ്കര ലൂസാണെങ്കിൽ രണ്ട് ഭാഗവും ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി. യാതൊരു വൃത്തികേടും ഉണ്ടാവില്ല, നല്ല കറക്റ്റായിട്ട് ഇരിക്കുന്നതാണ്. ഊരിപ്പോകുന്നുള്ള യാതൊരു പേടിയും വേണ്ട കേട്ടോ. നല്ല കറക്റ്റായിട്ട് തന്നെ ഇരിക്കുന്നതാണ് കേട്ടോ. കണ്ടില്ലേ, വളരെ സിമ്പിളായിട്ടുള്ള നല്ലൊരു ഉപയോഗമല്ലേ. നിങ്ങളിത് വിചാരിച്ചു ഇങ്ങനെ ഈ ഒരു സാധനം കൊണ്ട് ഇങ്ങനെ ഒരു ഉപയോഗം ഉണ്ടെന്ന്. അടുത്തായിട്ട് നമ്മൾ അടുക്കളയിലോ അല്ലെങ്കിൽ നമ്മൾ ഫിലിമൊക്കെ കാണുമ്പോൾ ഫോൺ കുറേ നേരം പിടിച്ച് നിൽക്കുമ്പോൾ നമ്മളുടെ കൈയൊക്കെ വേദനിക്കും അല്ലേ. അപ്പോൾ ഫോൺ സ്റ്റാൻഡ് നോക്കിയാൽ കാണില്ല, അത് കുട്ടികളൊക്കെ എടുത്ത് എവിടെയൊക്കെ ഇടും. എൻ്റെ വീട്ടിലെന്നും ഉള്ളതാണ്. അപ്പോൾ ഈ ഒരു കേബിൾ ടൈ കൊണ്ട് ഇതുപോലെ രണ്ട് ഭാഗവും നമ്മളൊന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കറക്റ്റ് അളവിന് തന്നെ വെട്ടിക്കൊടുക്കുക. എന്നിട്ട് വളരെ സിമ്പിളായിട്ട് തന്നെ നമ്മൾ ഇത് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. ഇത് നമുക്ക് റീയൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഒരു തരി നിലത്തേക്ക് വീഴുമെന്നുള്ള ഒരു പേടിയും വേണ്ട, നല്ല കറക്റ്റായിട്ട് നമുക്ക് ഇരിക്കാവുന്നതാണ്. നമുക്ക് അടുക്കളയിൽ വെച്ചോ നമ്മൾ ബെഡ്റൂമൊക്കെ വെച്ചാണെങ്കിലും അത് നമുക്ക് ഫോൺ ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളതല്ലേ. അപ്പോൾ ഇതുപോലെ നമ്മൾ മാറ്റി വെച്ചാൽ അത്യാവശ്യ ഘട്ടങ്ങളിൽ നമുക്കെടുത്ത് ഫോൺ സ്റ്റാൻഡായിട്ട് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അടുത്തതായിട്ട് നമ്മൾ കുട്ടികളൊക്കെ ഉള്ള വീട്ടിലെ ഏറ്റവും വലിയ പ്രശ്നമാണ് വാതിൽ അടച്ച് കളയുക എന്നുള്ളത് അല്ലേ. അപ്പോൾ ഈ രണ്ട് കേബിൾ ടൈ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എത്ര അവർ ശ്രമിച്ചാലും വാതിൽ അടഞ്ഞു പോവില്ല കേട്ടോ. ഇവിടെ എൻ്റെ മോനിക്ക് എപ്പോഴും ഉള്ളതാണ് വാതിൽ അടച്ച് കളയുക, ലോക്ക് ഇടുക. അപ്പം നമുക്കുണ്ടാവുന്ന ടെൻഷൻ വളരെ അധികമല്ല. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ അത് വാതിൽ അടയില്ല, പേടിക്കാതെ തന്നെ നമുക്ക് അടുക്കളയിലൊക്കെ ജോലി എടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ നമ്മളുടെ അലമാരയിൽ തുണികളൊക്കെ വലിച്ചിടുക എന്നുള്ള കുട്ടികളുടെ ഹോബിയാണ് അല്ലേ. അപ്പോൾ അത് തുറക്കാണ്ടിരിക്കാനായിട്ട് നമ്മൾ എപ്പോഴും തുറക്കാത്ത താഴെയുള്ള അലമാരകൾ ഇതുപോലെ ഒന്ന് ലോക്ക് ചെയ്ത് വെച്ചാൽ അതും സേഫായിട്ടിരിക്കും. പല രീതിയിലുള്ള സേഫ്റ്റിയാണ് കേട്ടോ ഇത്. നമ്മൾ മറ്റുള്ളവർ തുറക്കാതിരിക്കാനും എടുക്കാതിരിക്കാനൊക്കെ ഇത് സഹായിക്കുന്നതാണ്. ഇപ്പം എല്ലാ അലമാരകൾക്കും ലോക്ക് കബേർഡുകൾക്കൊന്നും താക്കോലുണ്ടാകണമെന്നില്ലല്ലോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് വെച്ചാൽ മാത്രം മതി കേട്ടോ. അടുത്തതായിട്ട് നമ്മളുടെ പേഴ്സിലോ അല്ലെങ്കിൽ ഹാൻഡ് ബാഗിലോ ഒക്കെ നമ്മൾ സിബിൻ്റെ ആ ഒരു ഇത് പോയിട്ടുണ്ടാവും അല്ലേ, ആ നമ്മൾ പിടിക്കുന്ന ആ ഒരു ഭാഗം. അപ്പോൾ ഈ ഒരു കേബിൾ ടൈ കൊണ്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കുറവില്ലാതെ തന്നെ നമുക്ക് സിബ് ശരിക്കും അടക്കാനും തുറക്കാനും പറ്റും. നമ്മളുടെ സ്കൂൾ ബാഗിലാണെങ്കിലും നമുക്ക് ഇതുപോലെ ചെയ്താൽ മതി കേട്ടോ.
അടുത്തതായിട്ട് നമ്മൾ ഇതുപോലുള്ള ഗ്ലാസ്സിലൊക്കെ ചൂട് ചായയൊക്കെ കുടിക്കാൻ വളരെ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ചിലവർക്ക് ഓരോ ഗ്ലാസ്സിനോട് ഒരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ചൂട് സാധനങ്ങൾ എടുക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്താൽ മാത്രം മതി കേട്ടോ. 2 കേബിൾ ടൈ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഒരെണ്ണം ഇതുപോലെ ഒന്ന് ഇറക്കി വെച്ച് ഇതുപോലെ ഒന്ന് ഫിറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കപ്പൊക്കെ എങ്ങനെയാണോ ഉള്ളത് അതുപോലെ തന്നെ നമുക്കിത് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ. ഇതൊക്കെ നമ്മൾ എപ്പോഴും ഉപയോഗിക്കണമെന്നല്ല, ഓരോ സാഹചര്യങ്ങൾ നമുക്ക് ചില സമയങ്ങളിൽ അർജൻറ്റ് കേസ് നമുക്ക് വരുമ്പോൾ നമുക്ക് ഇതുപോലെയൊക്കെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുമെന്ന് മാത്രമാണ് ഞാനിവിടെ കാണിച്ചു തരുന്നത്. എല്ലാവരുടെ വീട്ടിലും ഉണ്ടാകും കപ്പും ഇതൊക്കെ, പക്ഷേ നമ്മൾ ഓരോ സാഹചര്യം വരുമ്പോൾ നമുക്കിതിങ്ങനെ ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ അടുത്തതായിട്ട് ഞാനൊരു ഹാങ്കർ എടുത്തിട്ട് ആ ഹാങ്കറിലേക്ക് നമ്മൾ ഈ ഒരു കേബിൾ ടൈ ഇതുപോലെ, ഇതിപ്പോൾ നമുക്ക് അലമാരയിൽ സ്പേസ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ചെയ്യാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ നമ്മൾ പുറത്ത് തുണികൾ വിരിക്കുമ്പോൾ കുറേ തുണികൾ ഉണ്ടാകുമ്പം അഴ തികയില്ല എന്നൊക്കെ വരുമ്പോൾ നമുക്ക് ഇതുപോലെ ചെയ്യാനായിട്ട് സാധിക്കും. പല രീതിയിൽ നമുക്കിത് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ. നമുക്ക് ഇത് കൂടുതൽ ഈ ഒരു ഹാങ്കറിൽ ഇതുപോലെ കുറച്ചധികം ഇട്ടതിന് ശേഷം നമ്മളുടെ ഷോളുകളൊക്കെ നമുക്ക് ഇതിൽ കൊളത്തിയിടാനായിട്ട് സാധിക്കുന്നതാണ് അലമാരയിൽ. അപ്പോൾ സ്പേസ് നമുക്ക് കൂടുതൽ കിട്ടുന്നതാണ്. അതുപോലെ നമ്മൾ അലമാരയിൽ വെക്കുമ്പം ഒരു ഹാങ്കർ വെക്കുന്ന സ്ഥലത്ത് ഒരു 5 or 6 ഹാങ്ങർ നമുക്ക് തൂക്കാനായിട്ട് ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ സാധിക്കുന്നതാണ്. പല സിറ്റുവേഷൻ വരുമ്പോൾ പല രീതിയിൽ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പം ഞാനിപ്പം അഴയിൽ തുണി വിരിക്കുമ്പോൾ നമുക്ക് സ്പേസ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഒരു ഹാങ്ങർ എടുത്തിട്ട് ഈ ഒരു കേബിൾ ടൈ എടുത്തിട്ട് നമുക്ക് ഇതുപോലെ ചെയ്താൽ മാത്രം മതി കേട്ടോ. നമ്മൾ ഈ ഒരു സാധനം ഇത്രത്തോളം ഉപയോഗിക്കാൻ സാധിക്കുമെന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കില്ലല്ലോ. നമ്മൾ വിചാരിക്കുന്നത് 1 or 2 കാര്യങ്ങൾക്ക് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുമെന്നാണ്. പക്ഷേ നമ്മൾ പല കാര്യങ്ങളും ചെയ്യുമ്പോഴാണ് അറിയുന്നത് ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഉപയോഗിക്കാൻ സാധിക്കുമോ എന്നുള്ളത് കേട്ടോ. അപ്പോൾ മസ്റ്റായിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ എൻ്റെ വീഡിയോ ലെങ്തി ഞാൻ ആക്കുന്നതല്ല കേട്ടോ. ഞാൻ ഇങ്ങനെയാണ് എൻ്റെ ഒരു പ്രകൃതം, ഓരോരുത്തർക്കും ഓരോ പ്രകൃതമുണ്ടല്ലോ, ആ ഒരു പ്രകൃതം അനുസരിച്ചാണ് ഇപ്പം കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലായിട്ടുണ്ടാവോ എന്നുള്ള ഒരു ഇതുകൊണ്ടാണ് ഞാൻ പല കാര്യങ്ങളും റിപ്പീറ്റായിട്ട് പറയുന്നത്. നിങ്ങളെ ഒരിക്കലും ബോറടിപ്പിക്കാനല്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് ഹാങ് ഇടാവുന്നതാണ്. പല കമൻറ്റും വായിക്കുമ്പോൾ വളരെ മനസ്സിന് വിഷമം തോന്നാറുണ്ട് കേട്ടോ. പക്ഷേ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നവരാണ് എനിക്കുള്ളതെന്ന് എനിക്കറിയാം. എന്നാലും പല കമൻറ്റ് കാണുമ്പോഴും മനസ്സിന് വളരെ വിഷമം തോന്നാറുണ്ട്. ആർക്കും ഒരു ദോഷം വരുന്ന കാര്യങ്ങളും ഞാൻ പറയാറില്ല. പിന്നെ വീഡിയോ പ്പിച്ച് പോകുന്നത് ഓരോരുത്തരും ഒരു ക്യാരക്ടർ ഉണ്ടാവുമല്ലോ, ആ ഒരു ബേസിലാണ് ഇപ്പോൾ വീഡിയോ എടുക്കുമ്പോഴും ആ ഒരു രീതിയിലായി വരുന്നത്. മാക്സിമം ഞാൻ ശ്രമിക്കുന്നുണ്ട് അത് മാറ്റിയെടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെയൊക്കെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നത് ഞാൻ പറഞ്ഞ എല്ലാം മനസ്സിലായിട്ടുണ്ടല്ലോ. അലമാരിയിലും അതുപോലെ അലക്കണ കാര്യങ്ങൾക്കൊക്കെ നമുക്ക് അങ്ങനെ ഹാങ്ങറിൽ ചെയ്യാവുന്നതാണ്. അടുത്തായിട്ട് നമ്മൾ ഈ ഒരു ഉപയോഗിക്കാതെ മാറ്റി വെക്കുന്ന താക്കോലുകൾ പലപ്പോഴും ഇതുപോലെ തുരുമ്പ് പിടിച്ച് പോകാറുണ്ട് അല്ലേ. എന്ന് വെച്ചാൽ നമ്മൾ ഇടുന്ന ഈ ഒരു സാധനം തുരുമ്പ് പിടിക്കുന്നതാണ്. അപ്പോൾ നമ്മളെ താക്കോലും അതുപോലെ തന്നെ ചീത്തായി പോകാറുണ്ട്. അപ്പോൾ അത് നമ്മൾ മാറ്റിയതിന് ശേഷം നല്ലതുപോലെ ക്ലീനാക്കി കുറച്ച് വാസലിൻ ആ തുരുമ്പ് വന്ന സ്ഥലങ്ങളിൽ നമ്മളൊന്ന് തേച്ച് കൊടുക്കുക കേട്ടോ. വാസലിൻ തേച്ച് കഴിയുമ്പോൾ പിന്നീട് അവിടെ ആ ഒരു തുരുമ്പ് വരുന്ന ആ ഒരു ടെൻഡൻസി ഉണ്ടാവില്ല, അത് മാറിക്കോളും. ഇതിൽ മറ്റേത് തന്നെയാണ് നമ്മൾ ഇടുന്നതെങ്കിൽ പിന്നെയും തുരുമ്പ് വരാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു കേബിൾ ടൈ കൊണ്ട് ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും തുരുമ്പ് വരില്ല. നമ്മൾ പലപ്പോഴും വർഷങ്ങളോളം താക്കോലുകൾ മാറ്റി നമ്മൾ വീട്ടിലുള്ള അലമാരയും നമ്മളുടെ റൂമുകളൊക്കെ താക്കോൽ നമ്മളെപ്പോഴും ഉപയോഗിക്കാതെ വെക്കുന്ന പെയറായിട്ടുള്ള നമ്മളുടെ താക്കോലുകൾ നമ്മൾ അലമാരയിലൊക്കെ വെച്ച് വല്ലപ്പോഴും എടുത്ത് നോക്കുമ്പോൾ നിറച്ച് തുരുമ്പായിരിക്കും. അപ്പോൾ ഇതുപോലെ ഒന്ന് നിങ്ങൾ ചെയ്ത് വെക്കുക കേട്ടോ. അത് മാറ്റിയിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് വെക്കുക. വർഷങ്ങളായാലും അതുപോലെ തന്നെ ഇരുന്നോളും കേട്ടോ. അടുത്തതായിട്ട് നമ്മൾ ഒരു കേബിൾ ടൈ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരെണ്ണം ഇതുപോലെ ഒന്ന് ഇതാക്കി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരെണ്ണത്തിൻ്റെ ആ ഒരു തുമ്പ് ഭാഗം ഞാനൊരു കത്രിക കൊണ്ട് ഇതുപോലെ ഒന്ന് വെട്ടി കൊടുക്കുന്നുണ്ട്. 2 സൈഡും ഈവണായിട്ട് ഇതുപോലെ ഒന്ന് വരഞ്ഞെടുത്താൽ മാത്രം മതി കേട്ടോ. നമുക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണ് നമ്മൾ സിങ്കിൽ മുടിയൊക്കെ വന്ന് കിടക്കുക എന്നുള്ളത് അല്ലേ. മുടിയൊക്കെ നമുക്ക് എത്ര ക്ലീൻ ആക്കിയാലും അത് പോവില്ല. അപ്പം ഈ ഒരു കേബിൾ ടൈ കൊണ്ട് ഇതുപോലെ നമ്മൾ എന്തിനാ തുമ്പത്ത് വേറെ ഒരു കേബിൾ ടൈ കൊണ്ട് ഇത് ചെയ്തേക്കണമെന്ന് വെച്ചാൽ ഉള്ളിലേക്ക് അത് ഇറങ്ങി പോകാതിരിക്കുവാൻ വേണ്ടിയാണ് കേട്ടോ.
അപ്പോൾ അതേ കണ്ടില്ലേ, ഒരു ഇതിൽ തന്നെ എത്രത്തോളം മുടി, നമ്മൾ എത്ര സൂക്ഷിച്ചാലും മുടിയൊക്കെ ആ ഒരു സിങ്കിലേക്ക് പോകും. അപ്പോൾ ഇതൊന്ന് നിങ്ങൾ ചെയ്ത് നോക്കാം. നല്ലൊരു ടിപ്പാണെന്ന് തോന്നിയാൽ നിങ്ങൾ ഇപ്പോൾ തന്നെ ലൈക്ക് ഇടാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു ടിപ്പല്ലേ ഇത്. സിങ്ക് ബ്ലോക്ക് ആകുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് ഈ ഒരു മുടി പോയി കിടക്കുക എന്നുള്ളത്. അടുത്തായിട്ട് നമ്മൾ ഇത്രയും കേബിൾ ടൈ നമ്മൾ വെട്ടിയപ്പോൾ അതിൻ്റെ ബാലൻസ് ഒക്കെ വന്നിട്ടുണ്ടാവില്ല. അതൊക്കെ നമ്മൾ വെറുതെ കളയുമെന്ന് വിചാരിക്കുക. വെറുതെ കളയേണ്ട യാതൊരു കാര്യമില്ല. പല കാര്യങ്ങൾക്കും ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഞാനിപ്പോൾ ഇവിടെ ഒരു കാര്യം ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു കേബിൾ ടൈ കറക്റ്റായിട്ട് ലെവലാക്കിയിട്ട് ഒരു കേബിൾ ടൈ കൊണ്ട് ഇതുപോലെ ഒന്ന് നല്ല പോലെ തന്നെ മുറുക്കി കെട്ടുന്നുണ്ട് കേട്ടോ. ഈ ഒരു സാധനത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ അഴിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അഴിക്കാനായിട്ട് സാധിക്കും, പക്ഷേ വളരെ ബുദ്ധിമുട്ടാണ്. നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ നമുക്കിത് ഫിറ്റായിട്ട് ഇരിക്കുന്നതാണ് കേട്ടോ. ഈ ഒരു സാധനത്തിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ നൂല് കൊണ്ടോ റബ്ബർ കൊണ്ടോ ഒന്നും ചെയ്താൽ ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നല്ല ഈവണായിട്ട് രണ്ട് ഭാഗം ഈവണായിട്ട് വെട്ടിക്കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒരു മൂടി എടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് പശ ഒഴിച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് നല്ല സ്ട്രോങ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മളിനി ഉപയോഗിക്കാനായിട്ട് പോകുന്നത് ഇതുപോലുള്ള വിടവുകളിൽ നമ്മൾ എത്ര ക്ലീൻ ആക്കിയാലും ബ്രഷ് കൊണ്ട് ക്ലീൻ ആക്കിയാലും ഒന്നും പൊടികളും മാറാലൊന്നും പോവില്ല കേട്ടോ. ജനാലിൻ്റെ സൈഡ് ഇതുപോലുള്ള വിടവുകളൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യാൻ ഭയങ്കര പാടില്ല. അതുപോലെ ഫാനിൻ്റെ ഈ ഒരു ഭാഗം നമ്മൾ ക്ലീൻ ചെയ്യാനായിട്ട് ഭയങ്കര പാടാണ്. ചൂല് കൊണ്ടൊക്കെ ചെയ്താൽ ചൂലിൻ്റെ തുമ്പൊക്കെ പൊട്ടിപ്പോകും. വളരെ സിമ്പിളായിട്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ ഒരു ഫാനല്ല വിടവുകളൊക്കെ ക്ലീൻ ആക്കാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ. അടുത്തതായിട്ട് നമ്മൾ ഇതുപോലെ ഹാൻഡ് വാഷൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ അതിൽ നിന്നും വരും അല്ലേ. കുട്ടികൾ പ്രത്യേകിച്ച് അപ്പം വന്ന് നമ്മൾ കൈ കഴുകുമ്പം ഒരു ബോട്ടിലൊക്കെ ഒരാഴ്ചത്തേക്കേ ഉണ്ടാവുള്ളൂ അല്ലേ. അപ്പം നമുക്ക് ഇതുപോലെ കേബിൾ ടൈ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല പോലെ തന്നെ നമ്മൾ എത്ര പ്രസ് ചെയ്താലും വളരെ കുറച്ച് മാത്രമേ നമ്മളുടെ ഹാൻഡ് വാഷ് വരികയുള്ളൂ കേട്ടോ. കുട്ടികളുള്ള വീടുകളിൽ പ്രത്യേകിച്ച് റബ്ബർ ബാൻഡ് ഇട്ട് കഴിഞ്ഞാൽ അത് കുറച്ച് കഴിയുമ്പോൾ അത് അവിടെ ഇരുന്നിട്ട് മെൽറ്റ് ആകാൻ തുടങ്ങും. ഈ കേബിൾ ടൈ ഉപയോഗിക്കുമ്പോൾ ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ഇന്ന് നമ്മളുടെ തമ്പിൽ കണ്ടതുപോലെ തന്നെ നമ്മൾ ഈ സമയം നമ്മളുടെ ചൂട് സമയം തുടങ്ങുകയാണ്. വാർത്തയിലൊക്കെ കണ്ടിരുന്നു അതിചൂടാണ് നമുക്ക് വരാനായിട്ട് ഇരിക്കുന്നത്. അപ്പോൾ കറണ്ട് ബില്ലാണെങ്കിലോ ത്രിബിളായിട്ടാണ് നമുക്കിപ്പോൾ വരുന്നത് അല്ലേ. എ സി എല്ലാ റൂമിലും ഇരിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം നമ്മൾ എ സി ഇടണം. അതുപോലെ തന്നെ കറണ്ട് ബില്ലിൻ്റെ ഇതും കൂട്ടിയിട്ടുണ്ടല്ലോ, പൈസ വളരെ അധികം കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു ബോട്ടിലാണ് ഞാൻ ഇവിടുത്തെ ചെറിയ ബോട്ടിൽ എടുക്കുന്നതാണ് നല്ലത്. എടുത്തിട്ട് ഇത് വെള്ളം നിറച്ചതിന് ശേഷം ഐസ് കട്ടയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല കട്ടയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പഴയ ഒരു സോക്സ് കൂടി എടുക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു സോക്സ് കൂടി എടുത്തതിന് ശേഷം നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു സൂത്രം വളരെ കിടിലനാണ്. ഇതുവരെയും യൂട്യൂബിൽ ആരും കാണിച്ചു തന്നിട്ടുണ്ടാവില്ല കേട്ടോ. നമ്മൾ ടേബിൾ ഫാനിലൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷേ സീലിംഗ് ഫാനിൽ ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കിയിട്ടുണ്ടോ? നമുക്ക് എപ്പോഴും ടേബിൾ ഫാൻ ഉപയോഗിക്കാൻ പറ്റുമെന്ന് വരില്ല. പക്ഷേ നമ്മളുടെ സീലിംഗ് ഫാൻ എന്ന് പറഞ്ഞാൽ എല്ലാ വീട്ടിലും ഉള്ളതാണ് അല്ലേ. അപ്പോൾ നമ്മൾ എ സി ഉള്ളവരാണെങ്കിൽ കൂടി കറണ്ട് ബില്ല് പേടിച്ചിട്ട് നമ്മൾ എ സി ഇടാൻ പേടിക്കും. എന്നാലും ഇടും, കാശ് കുറേ പോവുകയും ചെയ്യും. അപ്പം നമ്മൾ ഈ ഒരു സൂത്രം ചെയ്ത് നോക്കട്ടോ. ഈ ഒരു സോക്സ് ഇങ്ങനെ ഇടുന്നതിൻ്റെ കാര്യം അതിൻ്റെ ആ ഒരു വെള്ളത്തിൻ്റെ അംശം താഴോട്ട് വീഴാതിരിക്കാനായിട്ടാണ്. രണ്ട് ലെയറായിട്ട് ആ ഒരു സോക്സ് തന്നെ മടക്കിയും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു തരി വെള്ളം താഴോട്ടോ ഫാനിലേക്കോ വീഴുന്നതല്ല. അതിൻ്റെ ഒരു ഈർപ്പം ആ ഒരു സോക്സിൽ തന്നെ പിടിച്ചിരിക്കുന്നതാണ് കേട്ടോ. യാതൊരു കാരണവശാലും താഴോട്ട് വീഴില്ല. റൂം ഫുള്ള് നല്ല തണുപ്പും കിട്ടുന്നതാണ്. അതിൻ്റെ ഒരു തണുപ്പ് ആ ഫാനിലേക്ക് താഴോട്ട് വരികയും ഫാൻ കറങ്ങുമ്പോൾ നമ്മളുടെ റൂം മൊത്തം നല്ല തണുപ്പ് കിട്ടുകയും ചെയ്യുന്നതാണ് കേട്ടോ. മസ്റ്റായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ടേബിൾ ഫാനിൽ ചെയ്യുന്നത് മറ്റുള്ളവർ കാണിച്ച് ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇത് ഒരു അടിപൊളി സൂത്രമല്ല. ഇതുവരെ ആരെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടോ? ടേബിൾ ഫാന് നമുക്ക് എല്ലാവർക്കും ഉണ്ടാകണമെന്നില്ല. അതുപോലെ തന്നെ അത് ഉപയോഗിക്കാൻ വളരെ ബുദ്ധിമുട്ടുമാണ്. കുട്ടികളുള്ള വീട്ടിലൊക്കെ ആണെങ്കിൽ അത് വലിച്ചിടുക, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവില്ലേ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാം. താങ്ക്സ് ഫോർ വാച്ചിങ്. നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോയുമായി വരാം.